ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. ഞാൻ ഗുരുവായൂരൊക്കെ പോയിരുന്നു. അപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് വീഡിയോ ഇടാനൊരു സമയം കിട്ടിയില്ല. കാരണം എൻ്റെ മോൻ 10ാം ക്ലാസ് കഴിഞ്ഞ വിവരം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പം ട്രയൽ അലോട്ട്മെൻറ്റിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ സ്കൂൾ തന്നെയാണ് വന്നത്. അപ്പം കുറച്ച് ദൂരെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം അങ്ങോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പോക്കും വരവൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റും വന്നു. അതെന്തായാലും വലിയൊരു ഭാഗ്യമായി. എന്താണെന്ന് വെച്ചാൽ അവൻ ഓൾറെഡി ഹോക്കിയിൽ ഗോൾ കീപ്പറായിട്ട് ആലപ്പുഴ ജില്ലയുടെ ഗോൾ കീപ്പറായിട്ട് ജൂനിയറിൽ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ശരിക്കും രണ്ടോ മൂന്നോ വട്ടം സ്റ്റേറ്റിൽ പോയിൻ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് സ്പോർട്സ് കോട്ടയിൽ നമ്മളത് അറ്റാച്ച് ചെയ്തിരുന്നു അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ. അങ്ങനെ അവന് സ്പോർട്സ് കോട്ടയിൽ അവന് കിട്ടി. എന്തായാലും ഞാൻ ഓർത്ത് കുറേ താമസിക്കുമായിരിക്കുമെന്ന് സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് വരാനായിട്ട്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ അതും വന്നു. അങ്ങനെ അവൻ വിചാരിച്ച സ്കൂളിൽ തന്നെ വിചാരിച്ച വിഷയം തന്നെ അവന് കിട്ടി. ബയോമാത്സ് ആയിരുന്നു അവന് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവന് ശരിക്കും പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെയൊക്കെ ട്യൂഷന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ പോവുകയാണ് ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവന് എന്താണോ അടുത്തത് അവൻ്റെ പ്രൊഫഷണൽ എന്താണ്, വല്ല പ്രൊഫഷണൽ കോഴ്സാണോ ഡിഗ്രി ആണോ എന്നൊന്നും അവൻ ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവൻ എന്താണോ പറയണത് അതിലേക്ക് ഇനി മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ കടമ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പ്രയത്നിക്കുന്നത്. ഇപ്പം ഇനി ഞാൻ വീഡിയോസൊക്കെ എനിക്കിനി ഇടാൻ പറ്റും. എന്നാലും കുറച്ച് തിരക്കുകളൂടെ ഉണ്ട് എനിക്ക്. അത് ഞാനൊരു കോഴ്സൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ പാചകത്തിലാണ്. അപ്പം ഞാൻ പാചകത്തിൻ്റെ വീഡിയോസ് ആയിട്ടോ റെസിപ്പിയോ ഒന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുവാണ്. അപ്പം നമുക്ക് ക്യാമറ നമുക്ക് കിച്ചണിലേക്കൊന്ന് പോകാതെ. ഇത് എൻ്റെ മോനൊരു നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. മോരുകറിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പം റെഡിയായിട്ടുണ്ട്. മോരുകറിയും റെഡിയായിട്ടുണ്ട്. അവനാണെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇട്ട് വയ്ക്കുന്ന മോരുകറി ഇഷ്ടമില്ല. ഇങ്ങനെ കൂടുതലും ഇഷ്ടം ഇങ്ങനെ വെറുതെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ പച്ചമുളകും ഒക്കെ കൂടെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല ഒരു മോരുകറി. ഇപ്പോൾ ജീരകമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മോരുകറി വെക്കുന്നതാണ് അവനിഷ്ടം. അപ്പം ഞാൻ ആ രീതിയിൽ മോരുകറി വെച്ചു. പിന്നെ ഇപ്പോൾ ഒരു മെഴുക്കുവരട്ടി കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കടല കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുതിയ സ്റ്റൗ എടുത്തു. ഞാൻ ഒരു സ്റ്റൗവിലായിരുന്നു എൻ്റെ പാചകം മുഴുവനും. നിങ്ങൾ നേരത്തെ എൻ്റെ പാചകത്തിലൊക്കെ കണ്ടു കാണും. ഞാൻ ഒരു കുഞ്ഞ് സ്റ്റൗവിലായിരുന്നു എൻ്റെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നല്ല സ്റ്റൗ ഉണ്ടായിരുന്നു. അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ട് പുതിയ സ്റ്റൗ വാങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പുതിയ സ്റ്റൗ വാങ്ങിയിട്ട് ഇപ്പോൾ ഫിറ്റ് ചെയ്തു. ഇന്ന് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്റ്റൗവാണ്. ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ പാചകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. മോരുകറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കടല മെഴുക്കുവരട്ടിയുടെ കാര്യം ബാക്കിയൊന്ന് പെട്ടെന്നൊന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇത്തിരി മുളക് പൊടിയും കൂടെ ഇടണം. കുറച്ച് കരിവേപ്പില ഇട്ടാൽ മതി. ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ. വരട്ടിക്കകത്തേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഒത്തിരി വേണ്ട, ഇത്തിരി മുളക് പൊടി മതി. അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചൂട്ടിലൊക്കെ പിടിച്ചാൽ ശരിയാകത്തില്ല. ഇപ്പം ഇതിവിടെ ഇരുട്ട് തികഞ്ഞ പോലെയാണ്. ചൂട്ടിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും മെഴുക്കുവരട്ടി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി കൂടെ വേണം. ഞാൻ കൂടുതലൊന്നും എണ്ണ ഒഴിക്കാറില്ല. കൂടുതൽ നേരത്തെയൊക്കെ ഞാൻ പണ്ട് കൂടുതൽ എണ്ണയൊക്കെ ഒഴിക്കുമായിരുന്നു. ഇപ്പം കൂടുതൽ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോളും അതും ഇതുമൊക്കെ കൂടിയാലോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. കണ്ടല്ലോ. കിടിലനായിട്ട് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. കുക്കറിലൊന്ന് വേവിച്ചു.
അതിനകത്തേക്ക് ഉപ്പ് ഇട്ടു വേവിച്ചതിന് ശേഷം മുളക് പൊടി ഇട്ട് കരിവേപ്പില ഇട്ട് എണ്ണ ഒഴിച്ചെടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. മോരുകറി ഓക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പം നമുക്കിത് ഓക്കെ ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എളുപ്പം വയ്ക്കാവുന്ന ഒരു കറിയാണ് മോരുകറി. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നും ഒരു ഉപ്പും പുളിയും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാമെങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉലുവയിട്ട് കടുക് വറക്കണം, അതാണ് ഇതിൻ്റെ മെയിൻ. കടുക് വറക്കാൻ നേരത്ത് നമ്മൾ ഉലുവയിട്ടാണ് കടുക് വറക്കേണ്ടത്. അത് കുറച്ചുകൂടെ ഒരു പ്രത്യേക കളറാണ്. നമുക്ക് ഇങ്ങനെ ക്യാമറയിലൂടെ കാണുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കളറ്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ നല്ല കളറാണേ. വളരെ ചെറിയ ഒരു അടുക്കളയാണ്. ഞാനിങ്ങനെ കണ്ടോ ഇതുപോലെയൊക്കെയാണ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു അടുക്കളയാണ്, കണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ വളരെ ചെറുതാണ്. ഇപ്പം ഞാൻ രാവിലെ ഒരു പഴം കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം രാവിലത്തെ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആയിട്ടില്ല, കുറച്ച് ടൈം പിടിക്കും, എന്നിട്ട് ആകുള്ളൂ. അപ്പോഴേക്കും കറിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറും കൂടെ ഒന്ന് ബാക്കി നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും ചോറാകാനായിട്ട്. അപ്പം ഇത്രയും ടൈം കൂടെ ഇച്ചിരി സമയം കൂടെ വേണ്ടി വരും. വെന്തിട്ടില്ല, അപ്പോൾ ഇച്ചിരി ടൈം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതാകും. അപ്പം എന്നിട്ട് നമുക്ക് ചോറ് വാർക്കാം. മോനാണെങ്കിൽ ഇഡ്ഡലി സാമ്പാറും വേണ്ടെന്ന് പറഞ്ഞു. അവന് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഇഡ്ഡലി സാമ്പാറും രാവിലെ ഉണ്ടാക്കിയതുണ്ട്. അപ്പം ഞാൻ ഇപ്പം മോരുകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അതാണ്ടേ അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഴുക്കുവരട്ടി മാധവന് കഴിക്കാൻ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, എന്നിട്ടും ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ടി വി ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുത്തിയിരുന്ന് കുറയ്ക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പം ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇനി ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും. ഇത്രയും നാളും എനിക്ക് അങ്ങനെയൊന്നും എപ്പോഴും ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോസൊക്കെ ഇടും. ഈ ഫോണിൽ പിടിക്കുന്നതുകൊണ്ടാകട്ടോ ഇത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എനിക്ക് ഞാൻ തന്നെ വേണമല്ലോ പിടിച്ച് ഇങ്ങനെ ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടും. അപ്പം ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ചെറിയ ചെറിയ വീഡിയോസ്, എൻ്റേതായ കാര്യങ്ങളും ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പം കൂടുതലായിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ചങ്കായിട്ടുണ്ടാവണം, കൂടെ ഉണ്ടാവണം. താങ്ക് യു.